പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ക്യാബ് 3 മണിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ഡ്രൈവറേട്ടൻ വേറൊരു മേട്ട കൂട്ടാനായിട്ട് അവരുടെ ക്വാർട്ടറിൻ്റെ അങ്ങോട്ട് പോയി. ആ സമയങ്ങളിൽ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. 3:15 ഷാർപ്പായപ്പം ക്യാബ് എത്തി. ഞങ്ങളിതാ താഴോട്ടിറങ്ങി വരുവാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ആദ്യമായിട്ടാണ് ഗോവയ്ക്ക് പോകുന്നത്. അതിൻ്റെ ത്രില്ലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരിച്ചേഷിപ്പ് കാണാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഏതായാലും ഞങ്ങളിങ്ങനെ താഴെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ക്യാബിന് വേണ്ടിയിട്ട്. We are heading towards Goa and we are ready to move with our tracks specially booked for our travel. From there we will be traveling with the travels. And after reaching Goa, we will update you all the videos. Please enjoy, subscribe and like. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പം ഗോവ എത്തി കേട്ടോ. തലേദിവസം വൈകുന്നേരം 6 മണിയായപ്പം ഗുൽബർഗയിൽ നിന്ന് കയറി. പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പം ഗോവ എത്തി. ഏതായാലും യാത്രയൊക്കെ അത്ര സുഖമായിരുന്നില്ല. കാരണം ചുരമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷേക്ക് ഉറക്കമൊന്നും നന്നായൊന്നുമില്ലായിരുന്നു. എന്തായാലും എത്തിയപ്പോൾ സന്തോഷമായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഗോവയാണ്, നല്ല സ്ഥലമാണ്, അടിച്ചു പൊളിക്കാനുള്ള സ്ഥലമാണ്. പിന്നെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ സേക്രഡ് റിലീസ് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇതൊക്കെ ഓർത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി. ഞങ്ങളിങ്ങനെ ട്രാവലർ ആട്ടോ ബുക്ക് ചെയ്തത് ആ ദിവസം യാത്ര ചെയ്യാനായിട്ട്. ട്രാവലറിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫ്രഷപ്പൊക്കെ ആയി. അത്യാവശ്യം മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേറെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ട്രാവലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ട്രാവലർ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അയാൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവസാനം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. ഏതായാലും കാലാവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ. നല്ല ചൂടാണ്. ഗോവയൊക്കെ ആണെന്ന് പറഞ്ഞാലും ചൂടിൻ്റെ കാര്യത്തിലൊരു കുറവുമില്ല കേട്ടോ. വെള്ളം അത്യാവശ്യം 2-3 ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിൽ കരുതണം, എന്നാലേ രക്ഷയുള്ളൂ. കാരണം വെള്ളത്തിന് വരെ ഇവിടെ നല്ല പൈസയാണ് കേട്ടോ, വില കൊടുത്ത് മേടിക്കാനാണെങ്കിലും. അങ്ങനെ ജേഡനും ഇച്ചിരി ഉറക്കാത്തതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ അവസാനം വണ്ടി എത്തി കേട്ടോ. ട്രാവലർ എത്തി. ഞങ്ങൾ 21 പേരുണ്ടായിരുന്നു. കറക്റ്റ് 21 സീറ്റും ഉണ്ടായിരുന്നു ട്രാവലറിന്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ കയറിക്കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉള്ളോട്ട് കയറി. ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത സ്ഥലത്തെത്തി കേട്ടോ. ഇതൊരു സെമിനാരിയാണ്. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ കെയർ ഓഫ് അച്ഛൻ തന്നെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. 2 ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെയും. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ ഇന്നത്തെ ദിവസം ഫ്രഷപ്പായി 9 മണിയോടുകൂടി നമുക്ക് സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ റിലീസ് നടക്കുന്ന സ്ഥലത്ത് പോകണം. കാരണം പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വന്ന് വലിയൊരു ക്രൗഡായിരിക്കും, വലിയ ക്യൂ ഉണ്ടാവും. അപ്പം ഒരുപാട് നേരം ക്യൂ നിൽക്കാണ്ട് പെട്ടെന്ന് കാണണമെങ്കിൽ രാവിലെ തന്നെ പോവുകയാണെങ്കിൽ അത് സാധിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആകാനായിട്ട് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റൂമും കാര്യങ്ങളും ഇവിടെയുള്ള റൂമും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഫാമിലി വൈസിൽ സ്റ്റേ ചെയ്യാനുള്ള അങ്ങനെയുള്ള സൗകര്യം ഇല്ലായിരുന്നു. കാരണം വേറെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഒരുമിച്ച് റൂമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ജെൻസൊക്കെ ആണെങ്കിലും ഒരു വലിയൊരു ഡൊമട്രി, അതിൽ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കട്ടിലൊക്കെ ഇട്ട് അങ്ങനെയാണ് അവർ കിടന്നത്. എന്തായാലും കിടക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ
ഒത്തിരി സന്തോഷരായിരുന്നു കേട്ടോ. ഇതാണ് സെമിനാരി. അപ്പം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുവാണ് ആരൊക്കെയാണ് റൂമിൽ കഴിയേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കേട്ട് നേരെ റൂമിലോട്ട് പോയി ഫ്രഷപ്പായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വയർ നിറച്ച് നമുക്ക് എത്ര മണിയേലും എടുത്ത് കഴിക്കാവുന്ന രീതിയിൽ അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട, പാല്, ചായ വേണ്ടവർക്ക് ചായ, പിന്നെ ബ്രെഡ്, കറി, ചപ്പാത്തി, ബട്ടർ, ജാം, എല്ലാം വയർ നിറച്ചും കഴിക്കാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ താമസിച്ച സെമിനാരിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തേക്ക് ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അവരുടെ ജീവിത രീതികളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു എക്സിബിഷനായിരുന്നു അത്. ഞങ്ങൾ അവിടെ പോയിട്ട് അതൊക്കെ കുറച്ച് നേരം അതിൽ നടന്ന് കണ്ടു കേട്ടോ. ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയ കാര്യങ്ങളായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു അത് കാണുന്നതിലൂടെ. അങ്ങനെ അവിടെ അതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം ഞങ്ങൾ പോയത് ഓൾഡ് ഗോവയിലുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് കേട്ടോ. ഈ ഓൾഡ് ഗോവയിൽ തന്നെയാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ 18th എക്സ്പോസിഷൻ നടക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചിൽ പോയി അവിടേക്ക് ഒന്ന് കണ്ട ശേഷം സെയിൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ എക്സ്പോസിഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചിൻ്റെ മുമ്പിലെത്തി കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ എത്തിയപ്പം കാണാൻ പറ്റും കുറേ ആൾക്കാർ സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ച് കാണാനായിട്ട് പോകുന്നവരുണ്ട്, കുറേ പേര് കണ്ട് ഇറങ്ങി വരുന്നവരുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊതുങ്ങുന്ന പൈസയ്ക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഷോപ്പിങ്ങിനൊന്നും ഷോപ്പിംഗ് കണക്കാക്കി ഇങ്ങോട്ട് പോരാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഒക്കെ കാണാനൊക്കെ ആയിട്ട് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ വരാനൊക്കെ പറ്റും. അച്ഛനാണ് കേട്ടോ കൊച്ചിനെ എടുത്തേക്കുന്നത്. ജേഡന് നമ്മുടെ പള്ളിയിലെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ കുറേ നേരം കുഞ്ഞിനെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവനും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു പോക്കൊക്കെ. ഇതാണ് കേട്ടോ അഗസ്റ്റിൻ ടവർ എന്നറിയപ്പെടുന്നത്. അഗസ്റ്റിൻ ചർച്ച് അതായപ്പോൾ അഗസ്റ്റിൻ ടവർ എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ ഈ അഗസ്റ്റിൻ ടവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗോവയിലെ വെൽഹ എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. 1597, 1602 എന്നീ കാലഘട്ടത്തിനിടയ്ക്ക് നിർമ്മിച്ച ഒരു പള്ളിയാണിത്. അഗസ്റ്റിൻ വിശ്വാസികളാണ് ഈ പള്ളി നിർമ്മിച്ചത്. ലോകത്തിലെ 3 മഹത്തായ അഗസ്റ്റിൻ പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഇത്. പക്ഷേ നിർഭാഗ്യവശാൽ 1835 പോർച്ചുഗീസുകാരുടെ ഓരോ നയങ്ങൾ കാരണം അക്കാലത്ത് പോർച്ചുഗീസ് സർക്കാർ അഗസ്റ്റിൻകാരുടെ ആരാധനാക്രമങ്ങൾ നിരോധിച്ചു. പള്ളി പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. പിന്നീട് കാലക്രമേണ ഇത് നശിച്ചു പോയി കേട്ടോ. പിന്നീട് അവശേഷിക്കുന്ന ഇതിൽ ഈ പള്ളിയുടെ പ്രധാന അവശിഷ്ടമായി ഈ ഒരു ടവറാണ് കേട്ടോ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ ടവർ എന്ന് പറഞ്ഞാൽ 46 മീറ്റർ ഉയരമുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ അകത്ത് 5 ചാപ്പലുകളും 4 അൾത്താരകൾ, ഒരു കോൺവെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സന്തോഷം ഉള്ള കാര്യം, ഇത് പിന്നീട് യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി അംഗീകരിച്ചു കേട്ടോ. ശേഷം ഈ പള്ളിക്ക് പ്രാധാന്യമൊക്കെ കൂടി വന്നു. ഒരുപാട് ആൾക്കാർ ഗോവയിൽ വരുമ്പം ഈ ഒരു പള്ളി, ഈ ടവർ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പുരാതന കാലത്തുള്ളൊരു പള്ളിയാണ്. നമുക്ക് ഒത്തിരി സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഇത് കാണുമ്പോഴും. അതിൻ്റെ ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയായിരുന്നു കോൺവെൻ്റ് എന്നും ആൾത്താർ എവിടെയാണെന്നും ഒക്കെ അതിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളതെല്ലാം വളരെ സന്തോഷത്തോടും ഒക്കെ നടന്ന് കണ്ടു. എല്ലാം കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പെയിൻറ്റിംഗ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അത് വരച്ച ആളുടെ പേരും ഓരോ പെയിൻറ്റിങ്ങിൻ്റെ അടിയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പെയിൻറ്റിങ്ങും നമുക്ക് ഓരോ കഥകളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഭയങ്കരം അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ അത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ചാപ്പൽ കയറി 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശേഷം ഞങ്ങളെല്ലാം തിരിച്ച് പോന്നു കേട്ടോ. പിന്നീട് നേരെ പോയത് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ 80th എക്സ്പോസിഷൻ നടക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇത് എക്സ്പോസിഷൻ തുടങ്ങിയത് നവംബർ 21-നാണ്, തീരുന്നത് ജനുവരി 5-ന്. അപ്പം നല്ല ചൂടാണ്. ഒരു വിശദമായ കാര്യത്തിനാണല്ലോ പോകുന്നതെന്ന് വിചാരിക്കും. നമുക്ക് ആ ചൂടൊന്നും അങ്ങനെ നമ്മളെ ബാധിക്കുന്നില്ല. ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ എക്സ്പോസിഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തി. ഇവിടെയാണ് കേട്ടോ കുർബാന നടക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സേക്രഡ് റിലീസ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ എക്സ്പോസിഷൻ നടക്കുന്നത്. ഒരു വലിയ ബോർഡൊക്കെ കാണാം. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുർബാന കണ്ട ശേഷം സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ എക്സ്പോസിഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്ന്. കാരണം 12:15 ഒരു മാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയത് 11:30 ആയപ്പോൾ എത്തി. അപ്പം ഞങ്ങളുടെ പരീഷ് പ്രീസ്റ്റ് പറഞ്ഞു നമുക്ക് കുർബാന കൂടിക്കഴിഞ്ഞ് വെച്ചിട്ട്, കാരണം അച്ഛനും കുർബാന ചെല്ലേണ്ടതുണ്ടായിരുന്നു. കുർബാന കൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. എക്സ്പോസിഷൻ കാണാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നോക്കുമ്പം നമ്മൾ വിചാരിച്ച അത്ര വലിയ ക്യൂ ഇല്ല. പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഏതായാലും അരമണിക്കൂർ കൊണ്ട് കണ്ടിറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ക്യൂവിൽ നിന്നു കേട്ടോ. 2 ലൈനായിട്ടാണ് ഉള്ളോട്ട് കയറ്റി വിടുന്നത്. ഇതിൻ്റെ പുറത്തുനിന്നൊക്കെ അവർ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കും. ഞാൻ അവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സെക്യൂരിറ്റിയെ പോലെ ആൾക്കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തോട്ടെ എന്ന്. അവർ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു.
പക്ഷേ വേറെ ആരും എടുക്കുന്ന കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നൊക്കെ എടുത്തോ, പക്ഷേ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പം എടുക്കാൻ പാടില്ല. അതായത് സെയിൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ എക്സ്പോസിഷനുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് പള്ളിയുടെ ഉള്ളോട്ട് കയറുന്ന അവിടം വരെയുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കണ്ടിറങ്ങി, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒത്തിരി അനുഗ്രഹം കിട്ടിയ പോലെയൊക്കെ തോന്നി. അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം പുറത്ത് എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടി ഞങ്ങളാണ് കേട്ടോ ആദ്യം കണ്ടിറങ്ങിയത്. ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എല്ലാവരും വരാനായിട്ട്, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ശേഷം ഞങ്ങൾ കുർബാന കൂടാനായിട്ട് പോയിട്ട് 12:15 കുർബാന, 1:30 ആയപ്പോൾ കുർബാന കഴിഞ്ഞു. കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിക്കുണ്ടോ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ, മാതാവിൻ്റെ ഗ്രോട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് കലിങ്കൂർ ബീച്ചിലോട്ടാണ് കേട്ടോ. ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.